തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ തുക തിരികെ ലഭിക്കുവാൻ വീണ്ടും നിക്ഷേപകന്റെ സമരം. കനകക്കുന്ന് പടലാംകുന്നേൽ ജോസും കുടുംബവുമാണ് ഇന്നലെ രാത്രി വൈകിയും ബാങ്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. 12 ലക്ഷം രൂപയാണ് ഇവർക്ക് ലഭിക്കുവാനുള്ളത്. സമീപകാലങ്ങളിൽ തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ സമാനമായ രീതിയിൽ വ്യത്യസ്തരായ നിക്ഷേപകർ പ്രതിഷേധ സമരം നടത്തുന്നത് പതിവാണ്. വർഷങ്ങൾക്ക് മുൻപ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക 2023 മുതൽ തിരികെ ആവശ്യപ്പെട്ടിട്ടും ഇവർക്ക് പണം ലഭിച്ചിരുന്നില്ല. ആവശ്യപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാലാണ് രോഗിയായ ഗ്രഹനാഥൻ ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. രാവിലെ 10 മണിക്കെത്തിയ ഇവർക്ക് വൈകുന്നേരമായിട്ടും ബാങ്ക് അധികൃതർ പണം നൽകാത്തതിനാൽ ബാങ്ക് അടയ്ക്കുവാൻ അനുവദിക്കാതെ അകത്തിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 12 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിനും മകനുമായി ബാങ്കിൽ നിന്നും ലഭിക്കുവാനുള്ളത്. ബാങ്ക് അധികൃതരെ വിളിച്ചാൽ മറുപടി ലഭിക്കാതെ വന്നതിനാലാണ് ബാങ്കിൽ വന്ന് സമരം ഇരിക്കുന്നത് എന്ന് കർഷകനായ ജോസ് പറയുന്നു. 2021 ഇത് മറ്റൊരു കാലാവധി തീർന്നതാണ്. അന്ന് മുതൽ ഇവർ അവധി പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞത് ഡിസംബറിൽ തരാമെന്ന് പറഞ്ഞു. ഡിസംബറിൽ തരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 24 ഡിസംബറിൽ തരാമെന്ന് പറഞ്ഞിട്ട് അന്നും തന്നില്ല. അവസാനം 25 ജനുവരി 16 തീയതി ഞാനിവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൈസ തരണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എനിക്ക് പല ആവശ്യങ്ങളുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനും എനിക്ക് പല വിധ രോഗങ്ങളുണ്ട്. ആ ചികിത്സ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പൈസ ഇവിടെ ഇട്ട് തന്നത്. ജനുവരി 16 തീയതി ഇതേ രീതിയിൽ ഇദ്ദേഹം ബാങ്കിലെത്തി വൈകുന്നേരം വരെയും പ്രതിഷേധ സൂചകമായി ഇരിക്കുകയും തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വച്ച് ഏപ്രിൽ 30 പണം മുഴുവൻ തിരികെ നൽകാമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് വീണ്ടും ബാങ്കിലെത്തിയത്. എന്നാൽ ഒരു താൽക്കാലിക ജീവനക്കാർ മാത്രമാണ് ഇന്ന് ബാങ്കിൽ ഉണ്ടായിരുന്നത്. ഭാര്യയും മകനും കൊച്ചുമക്കൾ എന്നിവരും ജോസിനൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.